ഹലോ ഗായ്സ്, വെൽക്കം ടു എവി റോൾസ്. ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ടേസ്റ്റിയായുള്ള ഫുൾ കുക്കർ സാമ്പാറാണ്. എല്ലാ പ്രായക്കാർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുൾ കുക്കർ സാമ്പാറാണിത്. ഓക്കെ, ആദ്യമായി നമുക്ക് 1.5 കപ്പ് പരിപ്പെടുക്കണം. അതിന് ഒരു 3-4 വിസിലടിക്കുന്നത് വരെ ഗ്യാസിൽ വെക്കണം. ഈ പരുവാകുമ്പോൾ നമുക്ക് അത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ചെറുനെല്ലിക്ക അളവിൽ പുളി എടുക്കണം. അതിന് വെള്ളത്തിലിടണം. അടുത്ത് നമുക്ക് സാമ്പാറിന് ആവശ്യമായുള്ള പച്ചക്കറികൾ എടുക്കാം. ആദ്യം കുക്കുംബർ എടുക്കണം. അത് ഏകദേശം ഈ സൈസിലുള്ള ഒരു കുക്കുംബർ തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോ എടുക്കണം. അതിനുശേഷം ഒരു 100 ഗ്രാം 150 ഗ്രാം വെണ്ടയ്ക്ക എടുക്കണം. അതിനുശേഷം ക്യാരറ്റ്, കത്തിരിക്ക, സവാള ഇതുപോലുള്ള എല്ലാ പച്ചക്കറി ഐറ്റങ്ങളും ആഡ് ചെയ്തിടണം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ആഡ് ചെയ്യണം. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെന്നിട്ട് ഈ പച്ചക്കറികൾ വെണ്ടയ്ക്കയും തക്കാളിയും ഒഴികെയുള്ള ബാക്കി പച്ചക്കറികളൊക്കെ കുക്കറിലേക്ക് ഇടണം. അതിനുശേഷം ഇതിൻ്റെ ലെവലിൽ ഈ ഒരു പച്ചക്കറി നിൽക്കുന്ന അളവിൽ തന്നെ വെള്ളമെടുത്ത് അതിനൊരു കുക്കറിലാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കുന്ന ഒരു 6-7 വിസിൽ നമുക്ക് അടിക്കാനുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാല റെഡിയാക്കാം. സാമ്പാറിന് ആവശ്യമായുള്ള അതിനായി ഒരു കുക്കർ എടുത്ത് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇടണം. അതിനുശേഷം ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 3-4 സ്പൂൺ മല്ലിപ്പൊടി ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് വേണം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഞങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിപ്പോൾ സാമ്പാർ പൊടിയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചുള്ള സാമ്പാർ പൊടി. ഇപ്പോൾ ചില കമ്പനികളുടെ സാമ്പാർ പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞാനൊരല്പം സാമ്പാർ പൊടി പ്രേമി ആയതുകൊണ്ട് ഞാനൊരു അത്യാവശ്യം കൂടുതൽ സാമ്പാർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ആയിട്ടുള്ളത്. അടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വരട്ടിയെടുക്കണം. വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് സോഫ്റ്റായി കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്ത്. അതിനാണ് ഞങ്ങൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. ഇതിനെ ഇതുപോലെ എണ്ണയിലിട്ടും ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ നേരത്തെ കുക്കറിലാക്കി വെച്ചിരുന്നതിനെ ഒന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ തന്നെ ഒരു 7 വിസിലടിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇതിലൂടെ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം നേരത്തെ ഇട്ടിരുന്ന ആ പുളി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു. ഈ സമയത്തിന് ഒരു ചെറു കഷ്ണം കായം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാല ഒന്ന് ഇട്ടിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം നിറമൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ വരട്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു വെണ്ടയ്ക്കയും തക്കാളിയും ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ ഏകദേശം ഒരു നിറം വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. കുറഞ്ഞാലും ടേസ്റ്റ് കുറയും. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ. അതിനുശേഷം നമുക്ക് അടുത്തൊരു പാനിൽ വെളിച്ചെണ്ണ എടുത്ത് കുറച്ച് കടുകും വറ്റൽമുളകും ഇട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റോടെ തിളയ്ക്കുമ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് തിളച്ചിങ്ങനെ കളയാൻ തുടങ്ങും. തിളച്ച് എന്തായാലും മുകളിലൂടെ ഒന്ന് കളയാൻ തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫുൾ കുക്കർ സാമ്പാറിൻ്റെ പ്രിപ്പറേഷൻ ഏകദേശമായിട്ടുണ്ട്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.